കല്ലുവഴിയിലെ മില്ലുംപടിയിലെ അനിലയുടെ വീട്ടിൽ തന്നെയാണ് ഇന്നും നമ്മൾ നിൽക്കുന്നത്. അനിലയുടെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾ അനിലയുടെ ഒരു മിക്സഡ് ഫുഡ് ഫോറസ്റ്റിൻ്റെ കഥകളും വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. അതിൻ്റെ ബാക്കി കഥകളാണ് ഇന്ന് പറയാനുള്ളത്. ഇവിടെ അനിലയുടെ കുടുംബം നിൽക്കുന്നുണ്ട്. ഇത് മോനാണല്ലേ, ഒന്നാമത്തെ മോൻ. എന്താ പേര് മോൻ്റെ? നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വന്നു പോയി അല്ലേ, ഗസ്റ്റ് റോളിൽ വന്നു പോയി അല്ലേ, ആള് സംസാരിച്ചില്ല അല്ലേ. എന്താ വിശേഷം? ഒരു വിശേഷമില്ലാത്ത മനുഷ്യണ്ടാവോ? കളിക്കലിന് പഠിത്ത എത്രയിലാ പഠിക്കണേ? 4ാം ക്ലാസ്സിലാണ് പഠിക്കണേ. എവിടെ പഠിക്കണേ? സെയിന്റ് ഡൊമിനിക്കിലാണോ? വിവാദമാണല്ലോ. വിവാദം ഉണ്ടോ നിങ്ങളുടെ സ്കൂളിൽ? കഴിഞ്ഞു, വിവാദമൊക്കെ കഴിഞ്ഞു അല്ലേ? നല്ലോണം പഠിക്കണ്ടോ? എന്തൊക്കെ പഠിച്ചു? ഏതാ ഇഷ്ടം സബ്ജക്ട്? മാത്സാണ് ഇഷ്ടം. നമ്മുടെ റേഞ്ച് അല്ല അല്ലേ, മാത്സാണ് ഇഷ്ടം. ഈ കൃഷി ഇഷ്ടമല്ല? അക്കൗണ്ടന്റ് ആവും. എന്താവും വലുതായി കഴിഞ്ഞാൽ എന്താവാൻ ആഗ്രഹം? വലിയ പ്ലാനില്ല. ഉണ്ടോ? എന്താണ്? ഡോക്ടറാണോ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണോ, ജേർണലിസ്റ്റ് ആണോ, എഞ്ചിനീയർ ആണോ? പെട്ടെന്ന് പറഞ്ഞപ്പോ ഫിക്സ് ചെയ്യണം അല്ലേ. എന്താണ് അതിലൊക്കെ വലുതല്ല. അവൻ കാറുകളുടെ വലിയ സംഭവങ്ങൾ. ഏത് കാറാ ഇഷ്ടം? കൂടുതൽ ഇഷ്ടം BMW. എന്താ BMW ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം? BMW കുറിച്ചിട്ട് എന്തൊക്കെ അറിയാം അത് പറഞ്ഞു. എവിടെ നോക്കി പറഞ്ഞു. BMW കുറിച്ച് എന്തൊക്കെ അറിയാം? നല്ല ഇഷ്ടമാണോ? അതിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ്? BMW ശബ്ദം കാണാനാണോ ഇഷ്ടം? അപ്പൊ ഇനി വലുതായി കഴിഞ്ഞാൽ വാങ്ങുന്ന വണ്ടി BMW ആവും. പിന്നെ ഏത് വണ്ടി വാങ്ങും? പ്ലാനില്ല ഇല്ല, അതപ്പോ തീരുമാനിക്കും അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ അനിലയുടെ അച്ഛൻ അല്ലേ. ഈ ശരിക്കും പറഞ്ഞ അച്ഛൻ്റെ നിന്നാണ് ഈ ഒരു സംഗതി അല്ലേ. രണ്ടച്ഛന്മാരും കൃഷിയുടെ ആൾക്കാരാണ്. അപ്പൊ ഈ അച്ഛൻ ഇന്ന് ആദ്യം തുടങ്ങാം അല്ലേ. നമ്മളാണ് ഒരു ഇരുത്തം വന്ന കർഷകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ. പഴയ കൃഷിയൊക്കെ ഉണ്ട്. ആദ്യം മുതലേ കർഷകനാണോ? അല്ലല്ല, കേരള ബാങ്കിലായിരുന്നു അല്ലേ. കൃഷി ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ റബ്ബറും തെങ്ങൊക്കെ. നമ്മൾ ആദ്യം ഫാമിലി ആയിട്ടൊക്കെ കർഷകരായിരുന്നു നിങ്ങൾ? അച്ഛനൊക്കെ. എന്തൊക്കെ കൃഷിയിലായിരുന്നു പ്രധാനമായിട്ട്? കൃഷി, തെങ്ങ് ഒക്കെ അന്നത്തെ കാലത്ത് അതൊക്കെ ഉള്ളു, അതൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ അവിടെ കുറച്ച് റബ്ബറുണ്ട്, കുറച്ച് തെങ്ങുണ്ട്. റബ്ബറും തെങ്ങും മാത്രമാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് കുരുമുളക് വെച്ചിട്ടുണ്ട്. ഏത് കുരുമുളകാണ്? പന്നിയൂര്. കുറ്റിയായിട്ട് വരുന്ന? അല്ലല്ല, സാധാരണ പഴയ നീളത്തിലുള്ള തോക്കണ്ടാവണത്. കുരുമുളക് ഇപ്പം എന്താണ് വില? കുരുമുളക് 700 രൂപയുണ്ട്. 700 രൂപ ഉണ്ടല്ലേ. അത് നമ്മൾ അതിൻ്റെ വിളവെടുപ്പ് എത്ര? ഒരു വർഷത്തിൽ ഒരു തവണയാണ്? ഒരു തവണ. അത് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണം? അതിന് നമ്മൾ വളം ചെയ്ത് കൊടുക്കണം, നനയ്ക്കണം, അത് നന്നായി ഉണ്ടാവുന്നു ഉണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം എത്ര രൂപയുടെ വിളവെടുപ്പ് ഉണ്ടാവാറ്? വിളവെടുപ്പ് ആവണം ഇപ്പോൾ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എത്ര രൂപ ഉണ്ടാവും? ഒരു 3 കിലോ ഒക്കെ അത്രേ ഉള്ളൂ. അത് വീട്ടിൻ്റെ 3-4 മരത്തമ്പിലുണ്ട്. അത്രേ ഉള്ളൂ. നമ്മുടെ അത്യാവശ്യം വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട്. റബ്ബർ നമുക്ക് എത്ര ഉണ്ട്? റബ്ബർ ഉണ്ടായിരുന്നു, ഇപ്പോൾ മുറിച്ചു. ഇപ്പം ഇനി 10-200 അത്രേ ഉള്ളൂ. അതിൻ്റെ എവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മളിപ്പോൾ വിൽക്കാറ്? ഞങ്ങൾ അക്കരയ്ക്ക് കിടന്നാണ്, പുഴയുടെ അക്കരെ മുറിയൻകണ്ണി. അവിടെ 2 കടയുണ്ട്. ഇപ്പം എത്ര വില ഉണ്ട് ഒരു ഷീറ്റിന്? ഷീറ്റാണോ അതോ കിലോഗ്രാമാണോ? കിലോ ഷീറ്റാണ്. എത്ര വരുന്നുണ്ട് ഇപ്പോൾ? 190. നമുക്ക് എത്ര ഷീറ്റോളം കിട്ടും? ഒരു 10-12 ഷീറ്റൊക്കെ കിട്ടും. നേരത്തെ നിറയുണ്ടായിരുന്നു, വളരെ ചുരുങ്ങിയ രീതിയിൽ. അതെന്തുകൊണ്ടാണ് ഇത്ര ചുരുക്കം കാര്യം? മറ്റേതൊക്കെ ഷോട്ടർ വെട്ടിപ്പോയി. ഇപ്പോൾ പുതിയത് വെച്ച് കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ മോള് ഇവിടെ ഒരു പുതിയ ഒരു ന്യൂജൻ മാതൃകയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശരിയാണോ ചെയ്യുന്നത്? എന്താണ് അഭിപ്രായം? താല്പര്യമുണ്ട്, എനിക്കും താല്പര്യമുണ്ട്. ഇതില് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ? ഞാനത് കൂടെ നടന്നു നോക്കാറൊക്കെ ഉണ്ട് അല്ലേ. ചെയ്തൊക്കെ ശരിയാണോ? അത് അവർക്കൊരു ഇത് വേറെ ആൾക്കാരാ ചെയ്ത് തന്നത്. അവർക്ക് അതിനെ പറ്റിയൊരു ഇതുണ്ട്, ഐഡിയ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ചെയ്തത്. ആ പ്ലാന്റുകളൊക്കെ അതിൻ്റെ വലിപ്പവും വളർച്ചയൊക്കെ അനുസരിച്ച് ശരിയായിട്ട് തന്നെയാണ് ചെയ്യണമെന്നുള്ള അഭിപ്രായമാണല്ലോ. അത് കൃഷി പിന്നെ കോളേജിൽ നിന്നൊക്കെ പഠിച്ചു വന്നവരൊക്കെയാണ് അതിൻ്റെ. നമ്മളൊരു പഴയ കൃഷി രീതി, നമ്മളിപ്പോൾ കുറേ കാലങ്ങളായിട്ട് കർഷകനാണ്. അതും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള കൃഷി രീതിയാണല്ലോ. എന്താ തോന്നുന്നത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം? നമ്മൾ
അന്നത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കൃഷിയായിരുന്നു. ഇപ്പൊ രസമാണ്. ഇപ്പം അതൊരു രസം മാത്രം ഹോബിയാണ്. പിന്നെ ആ ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഇതൊക്കെ വിലയൊന്നും കാര്യമായിട്ട് കിട്ടില്ല, എന്നാലും അത് വീട്ടിൽ ഉപയോഗിക്കാനും അടുത്തുള്ളവർക്ക് ഉപയോഗിക്കാനും ഒക്കെ പറ്റും. പിന്നെ തെങ്ങുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആവശ്യത്തിന്. നാളികേരത്തിനൊക്കെ ഭയങ്കര വിലയില്ലേ ഇപ്പം, അതൊക്കെ കിട്ടും. ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? ചീത്ത പറയാറുണ്ടോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചീത്ത പറയും. കച്ചറയാണ്? കച്ചറയൊന്നുമല്ല, ആവശ്യത്തിന് ഉപദേശിക്കാറൊക്കെ ഉണ്ടല്ലേ? ഉപദേശിക്കാൻ ഇങ്ങോട്ടും ഉപദേശിക്കണം, കുട്ടികൾ വലുതായ കുറേശ്ശെ ഇങ്ങോട്ടും അതും കേൾക്കൊണ്ട്. ഈ ഡെയിലി ഇവിടെ വരാറുണ്ടോ നമ്മുടെ ഈ തോട്ടത്തിൽ? ഇവിടെ ഞാൻ ഇവിടെ രാത്രി ഇവിടെ ഉണ്ടാവും. ഇവിടെ തന്നെ അധികം ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ഹസ്ബൻഡ് ഉള്ള ഇവിടെ അല്ല, നാട്ടിലല്ല. അത് കാരണം ഇവിടെ കുട്ടികളും മാത്രമേ ഉള്ളൂ. ഈ കൃഷിയൊക്കെ ശരിക്കും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഒരു ജീവിതകാലം മുഴുവൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ അത് ഈ കൃഷി മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്? മനസ്സിന് എത്രത്തോളം സുഖം തരുന്നുണ്ട്? താല്പര്യമുള്ളവർക്ക് മാനസികമായിട്ട് നല്ല സുഖമുള്ള കാര്യമാണ്. കൃഷി ഇല്ലാത്തൊരു ജീവിതം ഇനി ആലോചിക്കാൻ പറ്റുമോ? വയ്യ. ഇനി എത്ര കാലം ഉണ്ടോ അത്രയും കാലം കൃഷിയൊക്കെ ആയിട്ട്. എന്താണ് പേര് പറഞ്ഞത്? രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ അല്ലേ? ശരിക്കും വീട് മുറിയങ്കണ്ണി വെള്ളിനാഴി. അപ്പോൾ നമ്മുടെ അടുത്ത് വെള്ളിനാഴി ഏത് ഭാഗത്താ? മുറിയങ്കണ്ണി നമ്മളെ വെള്ളിയിൽ നിന്ന് റൈറ്റ് സെൻട്രൽ റോഡുണ്ട്. പാലത്തിന്റെ ഇപ്പുറത്താണ്. ശരി. ഇത് അച്ഛൻ്റെ എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും. ഓക്കെ. എന്താണ് പേര്? രാജലക്ഷ്മി. ഇവിടെ ഗോപാൽ. എന്താണ് കൃഷിയൊക്കെ? മരുമകളുടെ കൃഷിയെ കുറിച്ച്? മിലിറ്ററിയിലായിരുന്നു. എവിടെയായിരുന്നു? അത് എല്ലാ ദിക്കിലും പോവും. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ആസാമിൽ പോയിട്ടുണ്ട്. കഥ കേട്ടാലോ അല്ലേ? കുറച്ച് പട്ടാള കഥകൾ പറയാം നമുക്ക് അല്ലേ? കൃഷിദീപത്തില് പട്ടാള കഥകൾ എന്തൊക്കെയാണ്? പണ്ടത്തെ അനുഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? പണ്ട് ചേർന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഈ പട്ടാളത്തിലേക്ക് വന്നത്? റിക്രൂട്ട് ചെയ്യണം. എവിടെയായിരുന്നു റിക്രൂട്ട്മെന്റ്? നാസിക്കിലായിരുന്നു. നാസിക്കില്. അപ്പൊ അവിടെ പോയി. അന്ന് എത്രയായിരുന്നു വിദ്യാഭ്യാസം? SLC മതി അല്ലേ? അപ്പൊ അന്ന് എങ്ങനെയാ ഇത് അറിഞ്ഞത് അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ്? അത് ഒരാളുടെ കൂടെ പോയതാ. അവിടെ പോയപ്പോൾ അയാൾ മിലിറ്ററി ചേരാൻ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയും ടഫ് അല്ലാന്ന് തോന്നുന്നു അല്ലേ എൻട്രി? ആയിരുന്നു അന്ന്. ആണോ? അന്ന് ടഫാ. അത് ശരി. എന്നിട്ട് എന്തൊക്കെയായിരുന്നു അന്നത്തെ ഒരു തൂക്കൊക്കെ നോക്കി? അപ്പൊക്കെ ശരിയാണ്. ഹൈറ്റും ശരിയാണ്. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ എൻട്രി ആയി. എന്നിട്ട് എവിടെയൊക്കെ നമ്മൾ ജോലി ചെയ്തു? നമ്മൾ ആദ്യം നാസിക്കിൽ ചെയ്തു, പിന്നെ സിക്കിമിൽ ചെയ്തു, പിന്നെ ഇവിടെ ചെയ്തു. എന്താണ് പേര് കിട്ടുന്നില്ല, ആസാമിൽ ചെയ്തു, പഞ്ചാബിൽ ചെയ്തു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ബട്ടണ്ട, കാശ്മീരൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ ഈ പട്ടാളം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു കൗതുകമാണ്. വെടിവെപ്പ് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? യുദ്ധത്തിൽ 70 പങ്കെടുത്തിട്ടുണ്ട്. ഏത് യുദ്ധത്തിലാണ്? 72. അത് ഇതിൽ വന്നിട്ട് നേരിട്ട് യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇല്ല. അവിടെ ഏതായിരുന്നു പോസ്റ്റ്? വന്നിട്ട് ഹവൽദാർ. അതെന്താണ് അതിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു സെക്ഷനിൽ 27 ആളുണ്ടാവും, അതിൻ്റെ ഇൻചാർജ്. 27 ആള് നമ്മുടെ കീഴിലുണ്ട്. ഇപ്പോഴത്തെ ഒരു യുദ്ധം തൽക്കാലം ഒരു യുദ്ധസമാനമായിട്ടുള്ളൊരു അവസ്ഥയാണ് രാജ്യത്തുള്ളത്. ഇറാൻ ഇസ്രായേൽ, ഗസ ഇസ്രായേൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആവശ്യമില്ല. ആരുടെ ഭാഗത്താണ്? ആരുടെ ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും നഷ്ടമാണ് അല്ലേ? നഷ്ടമാണ്. ഇപ്പൊ ഇന്ത്യയിലുണ്ടായ തന്നെ നഷ്ടമാണ്. ഇന്ത്യയിൽ പാകിസ്ഥാൻ ചെയ്തതേ തെറ്റാണ്. എന്നിട്ട് ഒടുവാകുമ്പോൾ അത് നിർത്താൻ പാടില്ലായിരുന്നു. അന്നും അങ്ങനെ തന്നെ ഉണ്ടായത്. ആദ്യം ഉണ്ടായപ്പോഴും ഒരു 5 ദിവസമേ ഉണ്ടായുള്ളൂ. ഇപ്പൊ പട്ടാളത്തിലേക്ക് നാളെ വിളിക്കാണ്. പട്ടാളത്തിലേക്ക് ആവശ്യമുണ്ട് ആളെ, പെട്ടെന്ന് വരണം. എന്താ മറുപടി? ഞാൻ പോവും. ഫിറ്റാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും. പട്ടാളം പറഞ്ഞാല് അല്ലേ, അതിന്റെ ഒരു ട്രെയിനിങ്ങിലൂടെ കിട്ടുന്ന. ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന് വേണ്ടിട്ട് മരിക്കാൻ റെഡിയാണ്. തോക്കെടുക്കും. നമ്മൾ കൊന്നിട്ടുണ്ടായിരുന്നു? ഇല്ല. അങ്ങനെയൊന്നുമില്ല. വെടിയൊക്കെ വെച്ചിട്ടില്ല? ഇല്ല. എന്നാലും പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ? അധികവും ഞാൻ ഡ്രൈവറാണ്. എപ്പോഴും ആൾക്കാരെ കൊണ്ടുപോകാനും യുദ്ധമുഖത്തേക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ആവേശം തോന്നുന്നു. ആദ്യം നമ്മളാ പോവുക,
കാരണം യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നമ്മളാണ് ഡ്രൈവറെ കാച്ചിട്ടല്ലേ പറ്റുള്ളൂ. ഡ്രൈവർ ആദ്യം ബോഡിയിലല്ലേ ഇരിക്കുള്ളൂ ഇവരൊക്കെ. എന്നൊക്കെ പേടിയുണ്ടായിരുന്നു മനസ്സിൽ? യുദ്ധത്തിന് പോകുമ്പോൾ പേടിയൊന്നുമില്ല. പേടിയൊന്നും ആ ഡ്രസ്സാണ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ പേടിയുണ്ടോ? ഇപ്പോഴും ഇല്ല. ഇപ്പോൾ പേടിയുണ്ട്. ചെറുതായിട്ടൊന്ന് പേടി തുടങ്ങി. അന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടിയത് അല്ലേ? എന്തായാലും ഒരു ജവാനാണ്. തീർച്ചയായിട്ടും റെസ്പെക്ട്, ഞങ്ങളുടെ എല്ലാ റെസ്പെക്റ്റും നിങ്ങളെ അറിയിക്കുകയാണ് രാജ്യത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ കൃഷിയുമായിട്ട് ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കൃഷിയായിട്ട് തന്നെ ഇവിടുന്ന് അങ്ങേപ്പുറത്ത് കിടക്കുന്ന കൃഷി മുഴുവനും നമ്മുടെ മുഴുവനില്ല. എന്തൊക്കെയുണ്ട് അവിടെ? അവിടെ കൃഷി മാത്രം, നെൽകൃഷി മാത്രം ചെയ്ത്. ഇപ്പോഴും ഏത് നെല്ലാണ്? ഏതാ പൊന്നിയോ ഉണ്ട്. ഏതാ കിട്ടിയാൽ ഇപ്പോഴും സബ്സിഡി കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ചെയ്യുന്നില്ല. ഇല്ല, 2-3 കൊല്ലം ആയിട്ട് ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം വണ്ടി ഇറങ്ങില്ല. ഇപ്പോൾ വണ്ടിയുള്ളൊരു മടുപ്പല്ല. അല്ല, കൃഷി ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇപ്പോൾ ഈ മരുമകള് പുതിയ കൃഷി രീതിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? നല്ലതാണ്. നല്ലതാണ്. ഇപ്പോഴത്തെ സ്ഥിതിക്കൊക്കെ നല്ലതാണ്. അവിടുന്ന് പയറൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടമാണോ? എല്ലാ സപ്പോർട്ടും കൊടുക്കാറുണ്ടോ? ഉണ്ട്. ഉപദേശിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട്. ചീത്ത പറയണ ഇടക്ക്. ഇത് എന്താ പേര് പറഞ്ഞ? രാജലക്ഷ്മി. പട്ടാളക്കാരന്റെ ഭാര്യ. എങ്ങനെയായിരുന്നു പട്ടാളക്കാരന്റെ ഭാര്യയായിട്ടുള്ളൊരു ജീവിതം? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പട്ടാളത്തിലല്ലേ ഉണ്ടായിരുന്നു. വീട്ടില് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ കുറെ നോക്കേണ്ടി വന്നു. ആദ്യമൊക്കെ അച്ഛനും അമ്മയും. എൻ്റെ വീട് അഴിയന്നൂര്, കടമ്പഴിപ്പുറം അപ്പുറം. അല്ലേ? ഇപ്പൊ ഈ കൃഷികളൊക്കെ നോക്കാറുണ്ടോ? ആദ്യമൊക്കെ ഞങ്ങളൊക്കെ തന്നെ ഇതിലൊക്കെ ഇറങ്ങിയിരുന്നത്. ഉഴുന്ന്, ചാമ, മുതിര, എള്ള്, ഇത് മുഴുവനെ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വാഴ, പിന്നൊക്കെ കയ്പ, പച്ചക്കറികൾ, കുമ്പളം, വീട്ടില് ആദ്യം ഉണ്ടായിരുന്നു കൃഷിയൊക്കെ. എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല, പക്ഷെ ഇവരുടെ വീട്ടിൽ തറവാടായിട്ട് അവർ കൃഷി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പക്ഷെ പിന്നെ ഇപ്പൊ എനിക്ക് നല്ല പറ്റില്ല. ഇപ്പൊ ഇല്ല. ഇപ്പൊ നെല്ലുണ്ടാക്കണില്ലേ, ബാക്കിയൊക്കെ ഉണ്ട്. നെല്ലുണ്ടാക്കാൻ ഒന്നാമതായാലും പണിക്കാർക്ക് വരാൻ ബുദ്ധിമുട്ട്, രണ്ടാമത് വണ്ടി ഇറങ്ങാൻ ബുദ്ധിമുട്ട്, വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ ഞങ്ങൾക്ക് വന്നു നോക്കാനുള്ള ബുദ്ധിമുട്ട്. ഞങ്ങൾ രണ്ടാളും കൃഷിയിലേക്ക് ഇങ്ങനെ വരണമെന്ന് വിചാരിക്കണ, വരണ്ടേന്ന് ഇങ്ങനെ വിചാരിച്ച് ആലോചിച്ച് നിൽക്കുന്ന കുറെ സ്ത്രീകളൊക്കെ ഉണ്ടാവും. എന്താണ് അവരോട് പറയുന്നത്? കൃഷി ചെയ്യണം, നന്നായി ചെയ്യാച്ചാൽ അതിനോട് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം. പച്ചക്കറി ആണെങ്കിൽ വിഷമൊന്നും ഇല്ലാത്തത് കഴിക്കാം. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമുക്ക് പിന്നെന്താ, സമയം പോവും. TV ഫോണിലൊന്നും കളിച്ചിരിക്കേണ്ട, സമയം പോവും. സമയം കിട്ടും. ഇതിന്റെ ഒരു ടെക്നിക്കൽ വശങ്ങളൊക്കെ അറിയോ? അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷേ ആദ്യം വളപ്പൊടി, ആട്ടുംകാട്ടം, കോഴിക്കടത്തൊക്കെയാണ് നമ്മുടെ മരുമകള്. ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. മരുമകളെയും അമ്മായിയും പോലെയല്ല. പുതിയ സംഗതികളൊക്കെ പറഞ്ഞു തരാറുണ്ടോ? പുതിയ ഇപ്പോഴത്തെ അവര് ഞാൻ ചോദിച്ച അവരെല്ലാം പറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഒരു പ്രശ്നം ഞങ്ങൾ ഇതുവരെ രണ്ടുപേരും അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ, പണികളൊക്കെ? ഞങ്ങൾ അവിടെ വന്ന ഞങ്ങൾ വീട്ടിലേക്ക് ഇതപ്പം മിഞ്ഞാന്ന് വന്നിരുന്നു. ഞങ്ങൾ അവിടെ കൂടും ഒരുമിച്ച്. ചിലപ്പോൾ ഇവിടെ വന്ന് ഇവിടെ കൂടും. സന്തോഷമായി. ഈ കൃഷി എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷം. കൃഷി ചെയ്യണം തന്നെ ഞാൻ എല്ലാവരോടും പറയുക. പക്ഷേ നമ്മളിപ്പോൾ ഏത് എപ്പിസോഡിൽ പോയി കഴിഞ്ഞാലും നമ്മൾ കുറേ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്, വിവിധ പ്രോഗ്രാമുകൾ. ഏറ്റവും അധികം സന്തോഷമുള്ള ആളുകളെ കാണുന്നത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് അനില മാഡത്തോട് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഫ്രണ്ട് ഏരിയ, ഇവിടെ നമ്മൾ കുറേ കല്ലൊക്കെ പാകിയിട്ടുണ്ട്. ഇത്തരം കല്ലൊക്കെ പാകുമ്പോൾ നമുക്ക് ഈ വെള്ളം ഇറങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും? അങ്ങനെ വെള്ളം അങ്ങനെ താഴത്തേക്ക് ഇതെല്ലാം ഫിക്സഡ് അല്ല. നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാൻ പറ്റുന്ന സ്റ്റോണുകളാണ്. ഇതിനകത്തോട് വെള്ളം പോകില്ല. ഇപ്പം പ്രധാനപ്പെട്ട നമ്മുടെ ഇപ്പം ഈ നാട്ടിൽ നടക്കുന്ന പ്രളയങ്ങളാണെങ്കിലും അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഇന്റർലോക്ക് സിസ്റ്റം കൂടുതലായിട്ട് വന്നത് കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഇവിടെ അല്ല എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഓരോന്നോരോന്ന് റിമൂവ് ചെയ്യാം, എടുത്തു മാറ്റാം. വെറുതെ വെച്ചിരിക്കുക, വെള്ളം ഇറങ്ങി പോവാൻ. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണോ? ഇത് നമ്മൾ നാച്ചുറൽ വെച്ചിട്ടില്ല. കാരണം മെയിൻ്റെനൻസ് ഞാൻ മാത്രം തന്നെ അല്ലേ ഉള്ളൂ. മെയിൻ്റെനൻസ് ഭയങ്കര പണിയാന്ന് പറഞ്ഞപ്പോ ഈ ഏരിയ ബാക്കിയെല്ലാം നാച്ചുറലാണ്. ഇതിനകത്ത് പിന്നെ നോർമലി ഗ്യാപ്പ് ഉണ്ട് അല്ലേ, അത്യാവശ്യം വെള്ളം പോകാന്. പിന്നെ ഈ ഒരു ഫ്രണ്ട് ഏരിയ 2 പോർഷനായിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടെ പ്ലാവുകള്, മാവുകള്, ഇവിടെ നമ്മളൊരു 8 മരങ്ങൾ നട്ടിട്ടുണ്ട്.
അതിൽ ഇത് നമ്മൾ ആ ഒരു ഫുഡ് ഫോറസ്റ്റ് വരുന്നതിന് മുന്നേ ചെയ്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മെത്തേഡൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ അങ്ങ് വെച്ചു എന്നേ ഉള്ളൂ. അവരും അതൊരു ലൈനൊക്കെ ആയിട്ട് തന്നെയാണ് ചെയ്തത്. പേര, റംബൂട്ടാൻ, ആപ്പിൾ, ചാമ്പ, മാവ്, പ്ലാവുണ്ട്. അതാണ്. പിന്നെ ആ ഒരു കാണുന്ന സംഗതി എന്താണ്? ഈ ഫ്രണ്ട് കൗങ്ങാണോ? അല്ല, ഓർണമെന്റൽ പ്ലാന്റ് പോലെ ഒരു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ? അത് കാഴ്ചക്കുള്ള. അത് ഇത് വെച്ച ആളുകള് മുഴുവൻ നമ്മളോട് ഒരു നെഗറ്റീവ് സംഗതിയാണ് പറയണത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഒന്നാമത് ഒരു ഗുണമല്ല എന്നുള്ള സംഗതി മാത്രമല്ല, ബാക്കിയുള്ള പ്ലാന്റുകൾ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ? അത് നമ്മൾ വെച്ചിപ്പോ നമ്മൾ വീട് വെച്ച് 1 year ആയുള്ളൂ. ആ സമയത്ത് സെറ്റ് ചെയ്താണ്, ആ ഭംഗിക്ക് വേണ്ടി സെറ്റ് ചെയ്താണ്. ഈ ഗാർഡൻ ഏരിയ ശരിക്കും നമ്മൾ ആ സമയത്ത് ഇൻസ്റ്റന്റ് ആയി ചെയ്താ. ഷീറ്റ്, പുല്ലൊക്കെ ഷീറ്റ് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ചുകൂടി നല്ല സുന്ദരമാക്കാം ആണ്. ഇത് സുന്ദരമായിരുന്നു. ഇതില് നമ്മള് പേൾ ഗ്രാസ് ആണ് വെച്ചിരുന്നത്. പക്ഷെ അതില് മിക്സഡ് ആയിട്ട് ബഫല്ലോ ഗ്രാസ് വന്നു. അപ്പൊ ഈ ബഫല്ലോ ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അങ്ങ് കാട് പോലെ വരും. അപ്പൊ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി അവരത് റിമൂവ് ചെയ്തിട്ട് ഈ പേൾ ഗ്രാസ് അതിൽ നട്ടുകൊടുത്തിരിക്കുക. പക്ഷെ അതിനിടയിൽ ഇങ്ങനെ നമ്മള് ഇവിടെയൊക്കെ നമ്മള് പുല്ലൊക്കെ മെക്സിക്കൻ ഗ്രാസ് ആണ്. മെക്സിക്കൻ. ഇതിപ്പോ എനിക്ക് എന്റെ വീട്ടിൽ വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ ഗ്രാസ് എനിക്കിഷ്ടം ഇതാണ് കാണാൻ. അല്ല, ഇതിപ്പോ നമുക്ക് എന്റെ വീട്ടിൽ ഇത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മള് ഗാർഡൻ ഇത് എത്ര റേറ്റ് വരുന്നുണ്ട് ഏകദേശം സ്ക്വയർ ഫീറ്റ്? ഇതിന് മറ്റേനെക്കാൾ പേളിനെക്കാട്ടിലൊക്കെ റേറ്റ് കൂടുതൽ. അത് എനിക്കറിയില്ല, കാരണം ഈ ഒരു ഏരിയയിൽ അങ്ങനെ വെച്ചാണ്. ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് അല്ലേ? നല്ല നമുക്ക് സുഖമുള്ള പുല്ലാണിത്. വേറെ ശല്യങ്ങളൊന്നും. മറ്റേതിനെക്കാട്ടിലൊക്കെ ഭംഗി, കാഴ്ചക്ക് ഭംഗി ഇതാണ്. പക്ഷെ നമുക്ക് പൈസയും സാമ്പത്തികമൊക്കെ നോക്കുമ്പോൾ, ചെലവ് നോക്കുമ്പോൾ നമുക്ക് നല്ലത് പേൾ ഗ്രാസ് ആണ്. പേൾ ഗ്രാസ് ഈ ഏരിയയിൽ കാണുന്ന പേൾ ഗ്രാസ് ആണ്. ഈ പേൾ ഗ്രാസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെ ഭംഗിയിൽ മൊത്തം ഏരിയയും വരും. നമ്മളെ വീട് കണ്ടോ? നല്ല സുന്ദരമായിട്ടുള്ളൊരു വീടാണ് അല്ലേ? ഈ വലിയൊരു ഫോറസ്റ്റിന് ഇടയിൽ നിൽക്കുന്ന ഒരു വീടിന്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. ഹസ്ബൻഡിനെ കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞിട്ടില്ല അല്ലേ? ഹസ്ബൻഡ് സനിൽ എന്നാണ് പേര്. ആള് IT എഞ്ചിനീയർ ആണ്. ഇപ്പൊ സിംഗപ്പൂരാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്ത് അങ്ങോട്ട് ഇറങ്ങാറുണ്ടോ? ആള് നാടൻ സ്റ്റൈലിൽ ജീവിച്ച ഒരാളാണ്. ഇപ്പൊ പുറമെ ജോലി ചെയ്യുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും ഈ കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് മാത്രം നടക്കുന്ന കേസല്ല. സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അല്ലേ? അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് അനില അല്ലെ, അനിലയുടെ വിശേഷങ്ങൾ. അനില സാധാരണ ഒരു വീട്ടമ്മയാന്ന് പറയാല്ലേ, ഡോക്ടറാണ് എങ്കിൽ കൂടി വളരെ സാധാരണമായിട്ടുള്ള ശ്രീകൃഷ്ണപുരത്ത് അല്ല മുറിയൻകണ്ണിൽ നിന്ന് ജീവിച്ച ഒരു സാധാരണ നാടൻ പെൺകുട്ടി തന്നെയാണ്. അപ്പോൾ അവരാണ് ഇത്രയും നേട്ടങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അവർ സ്വന്തം പ്രൊഫഷനും ഒരു കോട്ടവും ഇല്ലാതെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കൃഷിദീപം കൊണ്ട് ഉദ്ദേശിക്കുന്നതും പ്രധാനമായിട്ടും ഇത്തരം ആളുകളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും അതുപോലെ ഇത്തരം താല്പര്യമുള്ള ആളുകളെ പ്രചോദിപ്പിച്ച് ഇത് നടക്കാത്ത കാര്യങ്ങളല്ല, ഒരുപാട് ആളുകൾ ഇത് നടത്തുന്ന കാര്യമാണ് എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളതാണ്. എന്തായാലും അടുത്തൊരു കർഷക കാഴ്ചയുമായിട്ട് കൃഷിദീപം അവസാനിക്കുന്നില്ല, കൃഷിദീപം തുടരുക തന്നെയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കർഷക കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.